കതിവനൂർ വീരനെ നോമ്പു നോറ്റിരുന്നു. മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി പൂങ്കോഴി കരഞ്ഞു, കളിത്തോഴിയുറങ്ങി. അവൾ മാത്രം ഉണ്ണാതെ ഉറങ്ങാതെ കഴിഞ്ഞു. അനഘസങ്കൽപ്പ ഗായികേ മാനസ മണിവീപഞ്ചികാവാദിനി നിന്നോടെ മൃദുകരാങ്കുല സ്പർശനാലിംഗന മദനഹരിയിലെന്റെ കിനാവുകൾ. സപ്തസ്വരങ്ങളെ സംഗീത സദസ്സിലെ, സപ്തസ്വരങ്ങളെ സംഗീത സരസിലെ ശബ്ദമരാളങ്ങളെ. പ്രശസ്തനായ ഗായകൻ ശ്രീ കല്ലറ ഗോപനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമസ്കാരം. നമസ്കാരം. പോളിടെക്നിക്കില് വിദ്യാഭ്യാസത്തിന് പോയി, അവിടുന്ന് വേണ്ടെന്ന് വെച്ച് സംഗീത രംഗമാണ് എൻ്റെ രംഗം തിരിച്ചറിഞ്ഞ് സ്വാതിരുന്നാൾ സംഗീത കോളേജിലേക്ക് വന്നു. ആ ഒരു സംഗീതത്തോടുള്ള അടങ്ങാത്തൊരു അഭിനിവേശമായിരുന്നു, അതോ അച്ഛൻ്റെ നിർബന്ധം കൊണ്ടാണോ ഈ പോളിടെക്നിക്കിൽ പോയത്? അച്ഛൻ്റെ നിർബന്ധമായിരുന്നു പോളിടെക്നിക്. അച്ഛനെ കുറച്ച് സംഗീതവാസനമുള്ള ആളാണ്. അച്ഛനെ നന്നായിട്ട് പാടുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ പാട്ടുകൊണ്ട് ജീവിക്കാൻ, മക്കൾക്ക് ജീവിക്കാനുള്ള ഒരു ഒരു രംഗം തുറന്നു കിട്ടില്ല. അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കലായിട്ട് പഠിച്ചാൽ അതുവഴി ഒരു ജോലി വാങ്ങിച്ച് ജീവിച്ചു പോകും എന്നുള്ളൊരു ധാരണയിലാണ് അച്ഛൻ എന്നെ. അപ്പോൾ 3 വർഷം കംപ്ലീറ്റ് ചെയ്തില്ല? ഇല്ല, 2 വർഷമായിരുന്നു. 2 വർഷത്തെ കോഴ്സായിരുന്നു അത്. 2 വർഷം കംപ്ലീറ്റ് ചെയ്തില്ല. കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല. ഇല്ലാതെ ഞാൻ അവിടെയും പാടി നടന്നിട്ട് എക്സാം ഒന്നും എഴുതാതെ തിരിച്ച് വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം അച്ഛനുണ്ടായിരുന്നു. അതൊന്നും അച്ഛൻ അങ്ങനെ പ്രകടമാക്കിയില്ല. എന്നാലും നമുക്കറിയാമല്ലോ അച്ഛൻ്റെ ഒരു വിഷമം. പറഞ്ഞു കേൾക്കാതെ വന്നു എന്നുള്ളൊരു ദേഷ്യം എന്തായാലും അച്ഛനുണ്ടായിരുന്നു. അത് ആ ഒരു വർഷം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഞാൻ എൻ്റെ ആഗ്രഹം, കുഞ്ഞുനാളിലെ പാടാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പാട്ടിൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ അധ്യാപകരുടെ അടുത്ത് അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് പാടണം ഞാനൊരു പാട്ട് പാടിക്കോട്ടെ ടീച്ചറെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പാടുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ MBE കോളേജിലെ ഡിപ്ലോമ കോഴ്സ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കളഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോവുകയും അത് കഴിഞ്ഞ് അച്ഛനടുത്ത് ഈ സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ വന്നിട്ട് ആപ്ലിക്കേഷൻ വാങ്ങി അച്ഛനെ കൊണ്ട് കൊടുത്തത് സൈൻ ചെയ്ത് തരണം. മനസ്സില്ലെങ്കിലും സന്തോഷത്തോടുകൂടി അദ്ദേഹം ഒപ്പിട്ട് തന്നു. അത് പ്രാവശ്യം സ്വാതിരുന്നാൾ കോളേജിൽ പോയപ്പോൾ അവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അത് കാരണം പ്രാഥമികമായി തന്നെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കണമെന്നുണ്ട്. അപ്പോൾ അവിടെ ഗീതമോ വർണ്ണമോ എന്തെങ്കിലും പാടണം. അപ്പം ഞാൻ തൽക്കാലം ഒരു കീർത്തനമൊക്കെ പഠിച്ചിട്ട് പോയെങ്കിലും അതത്ര വിജയിച്ചില്ല. അങ്ങനെ പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല. പിറ്റേ വർഷമാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ആ കാലയളവിൻ്റെ ഇടയിൽ ഞാൻ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ കീഴിലുള്ള ഒരു നാടക ട്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടത്. അതെങ്ങനെയെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഗുരുനാഥനുണ്ട്. അദ്ദേഹം ഒരു ബാബു നരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു സാറാണ്. അദ്ദേഹം അവിടുത്തെ ഭരതന്നൂർ സ്കൂളിലെ സംഗീത അധ്യാപകനാണ്. അദ്ദേഹത്തിനെ വഴിക്ക് വെച്ച് കാണുകയും അദ്ദേഹത്തിന് അറിയാം എനിക്ക് ഈ പാട്ടിൻ്റെ ഒരു കുഴപ്പമുണ്ടെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ എന്നോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അന്നാണോ നാടകത്തിൽ ലൈവായിട്ട് പാടാൻ തുടങ്ങിയത്? അന്ന് അദ്ദേഹത്തിന്റെ കൂടെ പോവുകയാണ്. പോയി ലൈവായിട്ട് പാടാനൊന്നും കഴിഞ്ഞില്ല. അന്ന് റിഹേഴ്സൽ ക്യാമ്പ് എന്ന് പറയുന്ന ഒരു പരീക്ഷണ നാടകമാണ്. മാസങ്ങളുടെ ചർച്ചകളിലും റിഹേഴ്സലിലൂടെയും കൂടെ ഈ ചർച്ച ചെയ്തുണ്ടാക്കുന്ന ഒരു നാടക രീതിയായിരുന്നു. പ്രത്യേകതരം തിയേറ്ററായിരുന്നു. പ്രോളിറ്റേറിയൻ തിയേറ്റർ എന്നാണ് അവർ വിശേഷിപ്പിച്ചിരുന്നത്. അത് ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു നാടക സംഘമായതുകൊണ്ട് തൊഴിലാളി വർഗ നാടക ഗ്രൂപ്പ് സംഘം എന്നുള്ള ഒരു രീതിയായിരുന്നു. അപ്പോൾ അതിനോടൊപ്പമായിരുന്നു ഞാൻ ചേർന്ന് പ്രവർത്തിച്ചത്. അപ്പോൾ അന്ന് ഈ പാടുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം റിഹേഴ്സലിന് മാത്രമേ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് നാടകം ഉദ്ഘാടനത്തിന് എത്തിയപ്പോൾ അതിന് പ്രൊഫഷണൽ സിംഗേഴ്സിനെ കൊണ്ടുവരികയും എനിക്ക് വാസ്തവത്തിൽ ജോലി ഇല്ലാണ്ടാവുകയും ചെയ്തു. അല്ല, അന്ന് അതിനുശേഷം നാടക ട്രൂപ്പുകൾക്ക് ലൈവായിട്ട് പാടിയിട്ടില്ലേ? അതിനുശേഷമാണ് ഞാൻ ബെഞ്ഞാറമൂട് കേന്ദ്രീകരിച്ചുള്ള ഒരു അമച്വർ നാടക ഗ്രൂപ്പുണ്ട്. അന്ന് ഈ നെഹ്റു യൂത്ത് സെന്റർ എന്ന് പറയുന്ന ഒരു ദൃശ്യ ഫൈൻ ആർട്സ് നെഹ്റു യൂത്ത് സെന്ററിന്റെ കീഴിലുള്ള ഒരു അമച്വർ നാടക സംഘമാണ്. അതിനോടൊപ്പം ചേർന്നിട്ട് അവരെന്നെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അതിലെന്നെ തുടി കൊട്ടാനാണ് എന്നെ വിളിച്ചത്. തുടി കൊട്ടി നടന്നു. കുറേ നാടകങ്ങൾക്ക് പങ്കെടുക്കുകയും അവർ
മത്സര നാടകങ്ങൾ മിക്കവാറും എവിടെ പോയാലും അവർക്ക് ഒന്നാം സ്ഥാനം കിട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം അതിൽ പാട്ട് പാടുന്ന ഒരു ഗായകൻ, ആ ഗായകൻ്റെ കല്യാണം വരിക, ആ കല്യാണത്തിനന്ന് നമുക്ക് നാടകമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനന്ന് വരാൻ പറ്റാത്ത സാഹചര്യം, പകരം പാട്ടുകാരനെ ഞാൻ തന്നെ പാടി. അന്ന് പോലും കഥാപാത്രങ്ങൾ അഭിനയിക്കും, നമ്മൾ പിന്നണിയിൽ പാടും. അതിനുശേഷം ഈ നാടക സംഘം തന്നെ പിന്നെ സുന്ദരൻ കല്ലായിയുടെയും വെഞ്ഞാറമൂട് രാമചന്ദ്രൻ്റെയും ഒരു ശ്രീകണ്ഠൻ നായർ, ഒരു അങ്ങനെയുള്ള രാജൻ ചേട്ടൻ, ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു പ്രൊഫഷണൽ നാടക സംഘം രൂപീകരിക്കപ്പെട്ടു. അതിൻ്റെ പേരാണ് സൗവർണിക. അത് 83 കാലഘട്ടത്തിലാണ് സൗവർണിക ആരംഭിക്കുന്നത്. സൗവർണിയുടെ ഒപ്പം പ്രൊഫഷണൽ നാടകത്തിൽ ഞാൻ പിന്നണി, അപ്പോഴേക്കും എനിക്ക് സ്വയംഭരണ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിരുന്നു. അപ്പോൾ കോളേജിൽ പഠിത്തവും അതോടൊപ്പം നാടക സംഘത്തോടുള്ള യാത്രയും കൂടെയുള്ള പാട്ടും ഒക്കെയായിരുന്നു. അതിൽ പെരപ്പങ്കോട് മുരളി സാറ് എഴുതിയ കുമരകം രാജപ്പൻ ചേട്ടൻ എന്ന് പറയും, രാജപ്പൻ സാറ്, അദ്ദേഹമാണ് സംഗീത സംവിധാനം. അവരുടെ ഈ പാട്ടാണ് ഞാൻ അന്ന് പാടിയത്. നാടോടിപ്പാട്ടിൻ്റെ നാഴൂരി വിത്തും നാടൻ പെണ്ണിൻ്റെ നാണത്തിൻ മുത്തും ഉഴുതു വിതച്ചിട്ട മനസ്സിൻ്റെ പാടത്തോരില ഈരില കൺ തുറന്നു, ഓരില ഈരില കൺ തുറന്നു. തെയ്യാറു തിമി തെയ്യാറു തിമി തെയ്യാറോ, തെയ്യാറോ തെയ്യാറോ തിമി തെയ്യാറു തെയ്യാറു തെയ്യാറു. ഇതാണ് ആ പാട്ട്. അന്ന് അങ്ങേക്ക് എത്ര പ്രായമുണ്ട്? എനിക്കന്ന് 19-20 വയസ്സേ അത്രേ ഉള്ളൂ. ആ കാലത്ത് തന്നെ പ്രൊഫഷണലായി കഴിഞ്ഞു. അതെ. പിന്നെ ഈ സംഗീത കോളേജിലേക്ക് വരുമ്പോൾ അവിടെ സംഗീത കോളേജിൽ ഞാൻ 82 അഡ്മിഷൻ കിട്ടി. 82 അഡ്മിഷൻ കിട്ടി. 83 പ്രൊഫഷണൽ നാടകങ്ങളിലേക്ക് പാടി തുടങ്ങുന്നത്. 82 അഡ്മിഷൻ കിട്ടുമ്പോഴും ഞാൻ ഈ സംഘശക്തിയുടെ ഈ തോറ്റം എന്ന് പറയുന്ന, ഞാൻ ആദ്യമായിട്ട് പോകുന്ന ആ നാടകത്തിലെ സ്റ്റേജ് മാനേജറാണ് ഞാൻ. പാടാൻ പോയ ആളിന് പാടാൻ അവസരം കിട്ടിയില്ല. അപ്പം ഞാൻ എന്താ ജോലിയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഡയറക്ടറായിരുന്ന PK വേണുക്കുട്ടൻ നായർ സാറ്, നാടക ആചാര്യനായ PK വേണുക്കുട്ടൻ നായർ സാറ് പറഞ്ഞത്, നീ സ്റ്റേജ് മാനേജറായിട്ടിരുന്നു. പിന്നെ അവർ എന്തോ കൂടിയ വലിയ തസ്തികയാണ്. പക്ഷെ ഞാൻ ലൈറ്റ് ബോയ് ആയിരുന്നു. അച്ഛൻ ഇലക്ട്രീഷ്യൻ ആയിരുന്നു. അച്ഛന് ഈ ഇലക്ട്രിക്കൽ രംഗത്ത് നല്ല ഇതുണ്ട്, മൈക്ക് സെറ്റ്, ഈ ലൈറ്റിംഗ് സിസ്റ്റം, ഇതെല്ലാം അച്ഛന് ഇഷ്ടം കൊണ്ട്, അച്ഛൻ്റെ സംഗീതത്തോടുള്ള വാസന കൊണ്ടാണ് മൈക്ക് സെറ്റ് എടുത്തത് പോലും. അപ്പോൾ അതിൽ നിന്ന് സൗണ്ടും ലൈറ്റും ഒക്കെ കൊണ്ടുവന്നിട്ട് നാടകത്തിന് വർക്ക് ചെയ്യുമായിരുന്നു. പാട്ടുകാരനല്ല, ഞാൻ ഇതാണ് പണി. പക്ഷെ ആ നാടകം പിന്നെ ഒരു 1.5 വർഷം സ്റ്റേജിൽ കളിച്ചു. അവസാനത്തെ ദിവസം എനിക്ക് അതിൽ ഈ പണിയെല്ലാം ചെയ്യേണ്ടി വന്നു. ഗായകനായിട്ട് പാടുകയും ചെയ്തു, അഭിനയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു അവസരം എനിക്ക് ഒരു പ്രാവശ്യം എനിക്കൊരു അവസരം വന്നു. ഈ സൗവർണിക എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ അർജുനൻ മാഷ് അതുമായിട്ട് ബന്ധപ്പെട്ട്. അർജുനൻ മാഷ്, അതെ. സൗവർണിക നാടകം 83-84 ഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്. അന്ന് സംഗീത സംവിധാനം നിർവഹിച്ചത് നമ്മുടെ കുമരകം രാജപ്പൻ. നാടകങ്ങളിലും സിനിമകളിലും ഒക്കെ വളരെ അർജുനൻ മാഷ് ശിഷ്യനാണ് അദ്ദേഹം 10 വർഷത്തോളം 94 വരെ ഈ നാടക സംഘത്തിൻ്റെ മ്യൂസിക് ഡയറക്ടറായിരുന്നു. അത് കഴിഞ്ഞിട്ട് 94 അവർ തേവാരം എന്നൊരു നാടകം എടുത്തത്. അതിലാണ് അശോക് ശശി എന്ന് പറഞ്ഞ 2 നാടക രചന സംവിധാനം നിർവഹിക്കുന്ന 2 വളരെ പ്രഗത്ഭരായ നിരവധി അവാർഡുകൾ വാങ്ങിയ 2 കലാകാരന്മാരാണ്. അവർ നാടക സംവിധാനവും നാടകരചനയും ഒക്കെ ചെയ്യുന്നവരാണ്. അവരുടെ ആദ്യത്തെ കാൽവയ്പ്പാണ് ഈ സൗവർണിയയിൽ ഈ പിന്നെ തേവാരം എന്ന നാടകത്തിലൂടെ. ശശി എന്ന് പറയുന്നത് നമ്മുടെ ഈ വെഞ്ഞാറമൂട് രാമചന്ദ്രൻ എന്ന് പറയുന്ന ഡയറക്ടറുടെ അനിയനാണ്. ആ നാടക സംഘം നോക്കി നടത്തിയിരുന്നത് എൻ്റെ മാനേജർ എന്ന് പറയുന്നത് ഡയറക്ടറും ഈ വെഞ്ഞാറമൂട് രാമചന്ദ്രനായിരുന്നു. അപ്പൊ ഈ അന്ന് തന്നെ അർജുന മാഷ് വളരെ ഫേമസ് അല്ലേ സിനിമയിലൊക്കെ? തീർച്ചയായും അന്ന് പിന്നെ അർജുന മാഷ് ഒന്ന് കാണാൻ കൊച്ചിട്ടുണ്ട് ഞാൻ. അർജുന മാഷ് 68 ആദ്യം സിനിമാ രംഗത്തേക്ക് വരുന്നത്. അല്ല, അങ്ങ് പറഞ്ഞു അദ്ദേഹം പിതൃതുല്യനാണ്. തീർച്ചയായിട്ടും അത്രയും. തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹം വിചാരിച്ച അങ്ങേക്ക് സിനിമയിലേക്ക് 89 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ ഞാൻ തരകണി സ്റ്റുഡിയോയിൽ അദ്ദേഹത്തിന്റെ ഒരു സംഗീത സംവിധാനത്തിൽ ഒരു ട്രാക്ക് പാടാൻ പോയിട്ടുണ്ട്. അവിടെ നിന്നാണ് അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. പക്ഷെ അതുകൊണ്ട് ഈ അദ്ദേഹത്തിന്റെ ഒരു ബന്ധം അതുകൊണ്ട് തീരുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ 94 ഈ നാടകത്തിൽ അദ്ദേഹം സംഗീത സംവിധാനത്തിൽ വരികയും നിരന്തരം ഈ സൗകര്യയിൽ ഞാൻ പാടിക്കൊണ്ടിരുന്ന ആള്
എന്ന നിലയിൽ. അപ്പോഴേക്കും ഒരു വർഷമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പിന്നെ ലൈവ്. അത് കഴിഞ്ഞ പിന്നെ അവർ നാടക സംഘങ്ങളെല്ലാം റെക്കോർഡിംഗ് ആക്കി. പിന്നെയുള്ള എല്ലാ നാടകങ്ങളും റെക്കോർഡിംഗ് ആയിരുന്നു. അവർ പിന്നെ ടേപ്പ് ഉപയോഗിച്ചിട്ട് ആദ്യമേ റെക്കോർഡ് ചെയ്തതിന് ശേഷം പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും റെക്കോർഡ് ചെയ്തതിന് ശേഷം നാടകത്തിൽ റെക്കോർഡ് പ്ലേ ചെയ്തുകൊണ്ടാണ്, പ്ലേ ബാക്ക് ചെയ്തുകൊണ്ടാണ് സംഗീത വിഭാഗം കൈകാര്യം ചെയ്തിരുന്നത്. അതിന് ശേഷം 94 ആയപ്പോഴേക്കും അർജുന മാഷ് വരികയും അർജുന മാഷിൻ്റെ മനോഹരമായൊരു പാട്ട് തേവാരത്തിൽ ഇടയ്ക്കയിൽ ജീവിത ദുസ്സഹ ദുഃഖങ്ങൾ ഇടയ്ക്കിടയ്ക്കറിയാതെ പാടി ഞാനും എന്നിഴലുമായി പ്രദക്ഷിണം വയ്ക്കാത്ത പൊന്നമ്പലങ്ങളിന്നില്ല, തിരുസന്നിധാനങ്ങളില്ല, തിരുസന്നിധാനങ്ങളില്ല. ഇത് അർജുന മാഷിൻ്റെ പാട്ടാണ്. ഈ തേവാരം എന്ന നാടകത്തിനും ആ നാടകത്തിലെ സംഗീത സംവിധാനത്തിനും ആലാപനത്തിനും നാടകരചനയ്ക്കും സംവിധാനത്തിനും ഒക്കെ അന്നത്തെ സ്റ്റേറ്റ് അവാർഡ്. അപ്പോൾ ഈ പാട്ട് എനിക്ക് അന്ന് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് ഈ നാടകത്തിലാണ്. അർജുന മാഷിന്റെ ആദ്യത്തെ ഗാനം ഞാൻ പാടിയെന്ന് എനിക്ക് മാഷക്കും പാട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അങ്ങനെ തുടങ്ങിയാണ് അർജുന മാഷുള്ള ബന്ധം. ഈ MG രാധാകൃഷ്ണൻ സാറുമായിട്ട് സംഗീത കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ രാധാകൃഷ്ണൻ സാറിന്റെ വീട്ടിന്റെ പിന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു നേരെ സൈഡിലുള്ള ഒരു തക്കാട് പോസ്റ്റ് ഓഫീസിന്റെ പിൻഭാഗത്ത് 2 ചെറിയ റൂമുണ്ട്. അവിടെയാണ് ഞാൻ താമസിച്ചിരുന്നത്, ഞാനും എൻ്റെ സുഹൃത്തുക്കളുമായിട്ട്. അടുത്താണല്ലോ സ്വയംനാട് കോളേജ്. അപ്പം അവിടെ നിന്ന് ഞാനിങ്ങനെ നടന്ന് നമ്മുടെ ശാസ്താംകോലിൻ്റെ അവിടെയൊക്കെ പോവുക, അവിടെയൊക്കെ കാപ്പ് കുടിക്കാനും ഒക്കെ പോവുകയും വരും ചെയ്യുമ്പോഴേക്കും അവിടെ MG രാധാകൃഷ്ണൻ സാറിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ രാധാകൃഷ്ണൻ സാറിൻ്റെ അമ്മ ഇങ്ങനെ ഒരു കസേരയിൽ ഒരു ഡെസ്കിൽ മുറുക്കാനൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കും. അപ്പം ഞാനിങ്ങനെ അമ്മയെ കാണാനായിട്ട് ഇടയ്ക്ക് ചെല്ലും. ചെന്നിട്ട് അമ്മയായിട്ട് കമ്പനി അടിച്ചിട്ട് അവിടെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു. എനിക്ക് മുറുക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് ഇങ്ങനെ മുറുക്കാനൊക്കെ വാങ്ങി മുറുക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ രാധാകൃഷ്ണൻ സാർ എന്നെ അവിടെ വെച്ച് കണ്ടു. അപ്പോൾ രാധാകൃഷ്ണൻ സാറിന് അറിയാം അപ്പോഴേക്കും ഞാൻ ആകാശവാണിയിൽ ഗ്രേഡായി, ഞാൻ B ഗ്രേഡ് നേടിയിരുന്നു. അപ്പോൾ ആകാശവാണി പാടാൻ പോകുമായിരുന്നു. അപ്പം രാഘവ് സാർ എന്നെ പരിചയപ്പെട്ടു. എന്താണ് ഇതിൻ്റെ വിശേഷങ്ങൾ പറയുമെന്ന് പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹത്തിന് ഏതെങ്കിലും ലളിതഗാനങ്ങൾ പാടിയിട്ടുണ്ടോ? അതിനുശേഷമാണ് അദ്ദേഹത്തിന് കൂടുതൽ കമ്പനി ആവുന്നത്. കമ്പനി എന്ന് പറഞ്ഞാൽ അദ്ദേഹമായിട്ട് ഞാൻ അടുക്കുന്നത്. അപ്പോൾ ആകാശവാണിയെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടാനുള്ള അവസരങ്ങളുണ്ട്. ലളിതഗാനങ്ങൾ പാടിയിട്ടുണ്ട്. കോറൽ ഗ്രൂപ്പിൽ ഞങ്ങൾ ഒരുപാട് പേരടങ്ങുന്ന ഒരു കോറസ് ഗ്രൂപ്പ് അതിലംഗമായിരുന്നു. അങ്ങനെയാണ് രാഘവ് സാറായിട്ട് കൂടുതൽ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കൂടുതൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് സംഗീത സംവിധാനത്തിൽ പാടിയിട്ടുണ്ട്. സിനിമ തന്നെ പാടിയിട്ടുണ്ട്. ഒരു പാട്ട് പാടാം. സിനിമയിൽ പാടിയത് ആഭരണ ചാർത്ത് എന്നൊരു സിനിമയുണ്ട്, അത് IV ശശി. അതും അങ്ങനെ റിലീസായെങ്കിൽ മതിയായിട്ട് ഓടിയില്ല, അത് ശ്രദ്ധിക്കും. പക്ഷെ വളരെ മനോഹരമായൊരു പാട്ടായിരുന്നു. കാവും കോവിലകവും കുളവും ശാന്തിമനയും കാലം തീർത്ത കോലം ചാർത്തിയകലം തേടിയാത്രയായി മൗനം മേഞ്ഞ വഴിയിൽ. അങ്ങനെ പാട്ടാണ്. ലിറിക്സ് ഞാൻ പെട്ടെന്ന് ഓർമ്മയോ. അത് വളരെ മനോഹരമായ പാട്ടാണ്. പിന്നെ ഒരുപാട് പാട്ടുകൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ലളിതഗാനങ്ങളായിട്ടും ചലച്ചിത്ര ഗാനങ്ങളായിട്ടും ഒരുപാട് ട്രാക്കുകളായിട്ടും ഒക്കെ പാടിയിട്ടുണ്ട്. ഇതിലൂടെ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് എന്നെ ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. ലളിതഗാനങ്ങൾ ഏതെങ്കിലും ഓർമ്മ ഉണ്ടോ അദ്ദേഹത്തിൻ്റെ? പിന്നെ ഉത്രാട സന്ധ്യാ നദിക്കരയിൽ ഉത്തരീയത്താൽ ഉടൽ മൂടി ഊർമിളയെപ്പോലെ വന്നണഞ്ഞിടും ആവണി പൊൻകണി സ്വാഗതം നിനക്കാർക്കും കുരവയുമായി സ്വാഗതം. ഇതൊക്കെ MG രാഘവ് സാറിന്റെ പാട്ടുകളാണ്. പിന്നെ ആ കുടുംബത്തിന്റെ അംഗം തന്നെയായിരുന്നു ഞാൻ. സിനിമാ രംഗത്ത് തിരിച്ചടികൾ എന്ന് വേണം പറയാൻ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ അങ്ങ്. അതായത് പറയുന്ന പാടലിപുത്രൻ സിനിമയിൽ പാട്ട് പാടി. അതെ അതെ അതെ. തിരിച്ചടികളൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. പാടലിപുത്രത്തിലെ പാട്ട് ലെജൻഡ് ആയിരുന്ന രവീന്ദ്രൻ മാഷയുടെ സംഗീതത്തില്. രവീന്ദ്രൻ മാഷയുടെ ഒരു ജ്യേഷ്ഠന്റെ മകൻ ഒരു ലാൽ, മോഹൻലാൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. പക്ഷെ അദ്ദേഹം ഈ മോഹൻലാൽ എന്നുള്ള
ഒരു പേര് പിന്നെ സ്വയം അദ്ദേഹം മാറ്റിയിട്ട് ഭരത് ലാൽ എന്നാക്കിയിരുന്നു ആ പേര്. അപ്പോൾ ലാല് എൻ്റെ അനിയനെ പോലൊരു സുഹൃത്തായിരുന്നു, സഹോദര ബന്ധമായിരുന്നു. അപ്പം അദ്ദേഹം ഈ സ്വൈരനാൾ സംഗീത കോളേജിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ജൂനിയറായിട്ട് അവിടെ ചേർന്നപ്പോൾ അദ്ദേഹത്തിന് താമസിക്കാനും ഒക്കെ പിന്നെ ഞങ്ങളോടാണ് കൂടുതൽ സൗഹൃദം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളോടെയാണ് താമസിച്ചിരുന്നത്, എൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ള ഞങ്ങൾ സീനിയേഴ്സാണ്, ഞങ്ങളോട് ഒപ്പമാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ആത്മബന്ധം ഇപ്പോഴും ഉണ്ട്, നിലനിൽപ്പുണ്ട്, ഉണ്ടായിരുന്നു. അപ്പോൾ രവീന്ദ്ര മാഷ് വരുമ്പോഴൊക്കെ ഈ ലാൽ പോയി അദ്ദേഹത്തെ കാണാൻ കൂട്ടത്തിൽ എന്നെ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ അങ്ങനെ മാഷെ പരിചയപ്പെടാനും ഒക്കെ ഒരു സാഹചര്യം ഒരുങ്ങി. അപ്പോഴാണ് ഈ പാടലീപുത്രം, വൃത്തം എന്നായിരുന്നു ആ സിനിമയുടെ ആദ്യത്തെ പേര്. ആ സിനിമയുടെ സംഗീത സംവിധാനം പുള്ളി ഏറ്റെടുത്ത് കൊണ്ടുവന്ന് വരികയും ഞാൻ അവിടെ പോയി കാണുകയും എന്നെ ഗോവനൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് എന്നെ ക്ഷണിച്ച് ബിച്ചു തിരുമല എഴുതിയ മഞ്ചാടിച്ചെപ്പിൽ മൈലാഞ്ചിച്ചെപ്പിൽ മദന കുളിരായൊഴുകും അല്ലിപ്പൂങ്കാറ്റേവാ ആരോരും കാണാതെ ആനന്ദ പൂന്തോപ്പിൽ വാ, ഇങ്ങനെ ഒരു പാട്ട്, ആഭോഗി രാഗം. പക്ഷേ ഞാനും സുജാതയായിട്ടാണ് അത് പാടിയിരിക്കുന്നത്. ഈ പാട്ട് റിലീസ് ചെയ്തപ്പോ അത് ഉണ്ണിമേനോൻ സുജാത എന്ന പേരിലാണ് വന്നത്. അങ്ങനെ അതൊരു നാനയിലാണെന്ന് തോന്നുന്നു, അതൊരു റൈറ്റപ്പ് ആയിട്ടൊക്കെ വന്നിരുന്നു. ഉണ്ണിമേനോൻ വളരെ വ്യത്യസ്തമായി പാടിയ ഒരു ഗാനം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേരിലാണ് തോന്നുന്നത്. പക്ഷെ അങ്ങനെ ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു സംഗീത സംവിധായകന്റെ കീഴിൽ പാടിയിട്ട് ഈ പേര് മാറുമ്പോൾ അന്ന് അതിന് പരിഹാരം ഞാൻ ഉടനെ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, രവീന്ദ്ര മാഷ് ഇങ്ങനെ ഒരു വന്നിട്ടുണ്ട്. അപ്പൊ അതിന് ഒരു കാര്യം ചെയ്യും, എന്തായാലും സിനിമയിൽ ഗോപന്റെ പേര് തന്നെ വരും, അത് ഞാൻ നോക്കിയോളാം. സിനിമ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാലം കഴിഞ്ഞ ശേഷമാണ് ഇത് റിലീസ് ചെയ്തത്. അതിനിടയിൽ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടന്നു. അതെന്താണ്, അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് എന്തോ സംഭവിച്ചാണത്, അല്ലാതെ മനഃപൂർവ്വം എന്നെ ഒതുക്കുക എന്നുള്ള ഉദ്ദേശം അതിനകത്ത് ഉണ്ടാവില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ട, നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. അതുപോലെ തിളക്കം എന്നുള്ള സിനിമയിൽ ഒരു പാട്ട് അങ്ങ് പാടി, പടം റിലീസ് ചെയ്തപ്പം ആ പാട്ട് വേണ്ടെന്ന് വെച്ചാൽ അത് പിന്നെ ഒരു സിനിമ ആരംഭിക്കുമ്പോ ഒരു ഐഡിയ വെച്ച് മുന്നോട്ട് പോകും. അത് ഡെവലപ്പ് ചെയ്ത് വരുമ്പം അതിന് ചില മാറ്റങ്ങളൊക്കെ വരും, അത് സ്വാഭാവികമാണ്, ചിത്രമാണ്, സിനിമയല്ലേ. അപ്പൊ അതിന്റെ വിജയത്തിന് വേണ്ടി അതിന്റെ കഥയുടെ പോക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്തി പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിരുന്ന ഗാനങ്ങളൊക്കെ അതിലുണ്ടാവും, അത് ആ ഗാനങ്ങളൊക്കെ തട്ടിപ്പോകും. അങ്ങനെ കാണാവോ, അങ്ങനെ ഞാൻ കാണുന്നുള്ളൂ ഈ സംഭവം. അങ്ങനെ നമ്മൾ കാണാൻ തീർച്ചയായിട്ടും. പക്ഷെ നല്ലൊരു പാട്ടാണ്, മനോഹരമായ പാട്ട്. നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കൈതപ്പുറം വിശ്വനാണ്. വിശ്വനും ഞാനും ഒരുമിച്ചാണ് സ്വൈരനാൾ സംഗീത കോളേജിൽ ആപ്ലിക്കേഷൻ വാങ്ങിക്കാൻ ക്യൂ നിൽക്കുന്നത്. എൻ്റെ നേരെ മുമ്പിൽ നിന്നത് ആചാരബാഹുവായ നല്ല വെളുത്ത ശരീരവും വിശ്വനാഥനായിരുന്നു. അദ്ദേഹത്തിന്റെ സംഗീതത്തിലാണ് ഈ തിളക്കം എന്നുള്ളത്. ഈ കണ്ണൻ കാട്ടും കുസൃതി തനയൻ കാട്ടും വികൃതി പറഞ്ഞാലും തീരില്ലറിഞ്ഞാലും തീരില്ലെൻ തായേ സഗരിഗമപദവസനി ഗരിസ നിരവ ഗരിസ ഗരിഗമായി കണ്ണൻ കാട്ടും കുസൃതി. നല്ലൊരു പാട്ടായിരുന്നു. കല്ലറ ഗോപൻ ഈസ് ഈക്വൽ ടു കതിവന്നൂർ വീരനെന്ന് പറയേണ്ടി വരും, കാരണം മലയാളികൾ എന്നും നിൽക്കുന്ന പാട്ടാ. അത് കൈതപ്പുറം ദാമോദരൻ നമ്പൂരി തന്നെയാണ് അത് എൻ്റെ സംഗീത സംവിധാനവും രചനയും. അത് തന്നെന്നാ പാടിയാണ് ആദ്യം ഒരു ട്യൂൺ ഞങ്ങൾ പാടി വെച്ചത്. അതിൽ എല്ലാ പാട്ടുകളും ട്രാക്ക് പാടിയത് ഞാനാണ്. അതുപോലെ തന്നെ കതിവന്നൂർ വീരനെ എന്ന ഗാനം ഉണ്ടാവുന്നത് സിറ്റുവേഷൻ വെച്ചിട്ട് ലിറിക്സ് എഴുതിയിരുന്നില്ല. ദാമോദരൻ തന്നെന്ന അങ്ങനെ ഞാനത് അങ്ങനെ തന്നെ പാടി വെച്ചു. പാടി വെച്ച് ഞാൻ ലിറിക്സ് ഒക്കെ എഴുതിയതിനു ശേഷം ഗോവൻ അറിയിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ട്രാക്ക് പാടിയിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി. അങ്ങനെ എഴുതപ്പം ദാമോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ലിറിക്സ് എഴുതിയിട്ടുണ്ട്, അത് ഗോവൻ തന്നെ പാടണമെന്നാണ് ഇവിടെ എല്ലാവരുടെയും അഭിപ്രായം. അങ്ങനെ എനിക്ക് ആ പാട്ട് സ്ട്രെയിറ്റ് ഞാൻ തന്നെയാണ് അത് പാടുന്നത്. ഞാൻ ട്രാക്ക് പാടാനാണല്ലോ പോയത്. ട്രാക്ക് പാടുമ്പോഴത്തേക്കും എന്തായാലും ദാമോദരനല്ലേ, ഇവിടെയെങ്കിലും എനിക്കൊരു സ്ട്രെയിറ്റ് എനിക്ക് ഉണ്ടാവും,
സ്ട്രൈറ്റ് ആയിട്ടൊരു സോങ് എനിക്ക് തരും എന്നൊരു പ്രതീക്ഷ പ്രതീക്ഷ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും കതിവനൂർ വീരനെ എനിക്ക് തന്നുകൊണ്ടാണ് അത് പ്രതീക്ഷ നിറവേറ്റത്. അപ്പൊ ഞാൻ പോയി കതിവനൂർ വീരനെ പാടി. കതിവനൂർ വീരനെ നോമ്പു നോറ്റിരുന്നു, മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി, പൂങ്കോഴി കരഞ്ഞു കളിത്തോഴിയുറങ്ങി, അവൾ മാത്രം ഉണ്ണാതെ ഉറങ്ങാതെ കഴിഞ്ഞു. വില്ലാളി വീരനെ ഒരു നോക്കു കാണുവാൻ നൊമ്പരം പൂണ്ടവൾ മനം നൊന്തു കിടഞ്ഞു. കതിവനൂർ വീരനെ നോമ്പു നോറ്റിരുന്നു, കുടകുമലയിലെ കണ്ണേറാ താഴ്വരയിൽ കളരികളേഴും കീഴടങ്ങി നിന്നു, ഏഴാഴികളും 17 മലയും കതിവനൂർ വീരനെ എതിരേറ്റു നിന്നു. ഏഴിനും മീതെ മണിശംഖു മുഴങ്ങി, വില്ലാളി വീരനെ മാളോരു വണങ്ങി. കതിവനൂർ വീരനെ നോമ്പു നോറ്റിരുന്നു, മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി. ഈ പാട്ട് എപ്പോൾ കേട്ടാലും ആ ഒരു രംഗം പെട്ടെന്ന് മനസ്സിലേക്ക് വരും. അതുകൊണ്ടാണ് അത് ഇത്രയും ഹൃദയസ്പർശിയായിട്ട് നമുക്കൊക്കെ തോന്നുന്നത്. എന്താണെങ്കിലും ഈ രംഗത്ത് അങ്ങ് കാഴ്ചവെച്ച വലിയൊരു കാര്യം തന്നെയാണ് ഈ പാട്ട്. അത് ഈ പാട്ടാണ് എന്നെ ഒരു ചലച്ചിത്ര പിന്നണി ഗായകൻ എന്ന നിലയിൽ അറിയപ്പെടുന്നത്. അതിന്റെ കാരണവും വിശ്വനാണ്, കൈതപ്പുറം വിശ്വനാണ്. കൈതപ്പുറം വിശ്വനും ഞാനുള്ള സൗഹൃദമാണ് ദാമോദരനെ പരിചയപ്പെടാനുള്ള ഒരു അവസരം പോലും ഉണ്ടാകുന്നത്. ആ ഒരു സൗഹൃദ വലയം എന്ന് പറയുന്നത് അതിൽ ചെന്ന് പെട്ടത് വിശ്വനാണ് എൻ്റെ കാരണം. വിശ്വൻ നമ്മളോടൊപ്പം ഇല്ല, മരിച്ചു. അങ്ങ് സംഗീത സംവിധാന രംഗത്തും വന്നിട്ടില്ല? രണ്ടോ മൂന്നോ പടങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടല്ലേ? 3 പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ. വളരെ പണ്ട് ഞാനൊരു കുട്ടികളുടെ അച്ഛൻ പട്ടാളം കൊണ്ട് സിനിമ സംഗീതം കൊടുത്തിട്ടുണ്ട്. അത് 90-91 കാലഘട്ടത്തിലാണ്. അതിനുശേഷം വരുന്നത് വാക്ക് എന്നൊരു സിനിമയാണ്. വാക്ക് അത് മേനിഷാദ് അഭിനയിക്കുന്നു. പിന്നെ ഡയറക്ഷൻ ഒരു സുജിത് എസ് നായർ. പിന്നെ മധുബാലന്റെ കഥ. പടം റിലീസായില്ല. അതിനകത്ത് രചന ശ്രീകുമാർ തമ്പി സാറായിരുന്നു. തമ്പി സാറിന്റെ നല്ലൊരു മനോഹരമായ പാട്ട്, സംഗീതം ഞാൻ തന്നെയായിരുന്നു. എനിക്ക് അങ്ങനെ കിട്ടുന്ന ഒരു മുഴുനീള സംഗീത സംവിധായകൻ എന്ന നിലയിൽ കിട്ടുന്ന ഒരു വർക്കായിരുന്നു. പക്ഷെ അത് പടം റിലീസ് ചെയ്തില്ല. നല്ലൊരു പാട്ടായിരുന്നു. ആകാശത്താമരകൾ ആനന്ദ ചിന്തനകൾ ആരറിവൂ, കാലത്തിൻ അജ്ഞാത നാടകങ്ങൾ, കാലത്തിൻ അജ്ഞാത നാടകങ്ങൾ. ഓ ഇങ്ങനൊരു പാട്ടായിരുന്നത്. ജയേട്ടനാണ് പാടിക്കുന്നത്. വളരെ മനോഹരമായ ഒരു പാട്ടായിരുന്നു. അദ്ദേഹം അസാധ്യമായിട്ട് പാടുകയും ചെയ്ത പാട്ട്. പക്ഷേ എന്തുകൊണ്ടോ അതിനുശേഷം കിണർ എന്നൊരു സിനിമ ചെയ്തു. കിണറില് പിന്നെ അത് MJS തന്നെയാണ് അതിന്റെ മെയിൻ മ്യൂസിക് ഡയറക്ടർ. ഷീല പോൾ എന്നൊരു കവയിത്രിയാണ് അത്. അളക്കുവാനാകുമോ ആഴിതൻ ആഴവും പേമാരിതൻ തുള്ളിയും, ഇതായിരുന്നു ആ പാട്ട്. അതിന്റെ തന്നെ കേണി എന്ന് പറഞ്ഞിട്ട് തമിഴ് വെർഷൻ ഉണ്ട് അതിന്റെ. അത് പാടിയിരിക്കുന്നത് വെടിത്തിടും ഭൂമിയിൻ പറഞ്ഞൊരു അങ്ങനെ ഒരു പാട്ടാണ്. അത് പാടിയിരിക്കുന്നത് വിജയേശ്വരസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു 3 പടങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കാളി ഗണ്ഡകി എന്നൊരു സീരിയൽ ഞാൻ അതിന്റെ ടൈറ്റിൽ സോങ് ചെയ്തിരുന്നു. മധുപാലിന്റെ സീരിയൽ കാളി ഗണ്ഡകി. അതില് എനിക്ക് ആ വർഷത്തെ നല്ല മ്യൂസിക് ഡയറക്ടറുടെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്.
ആ പാട്ട് ജസ്റ്റ് ഒന്ന് മൂളാമോ രണ്ടില്? ആ. ഏതൊരു മായിക രൂപവുമായി നിശയും പകലും ഇവിടെ വരയാനറിയാതൊരു നേർ പടമായി ഇവിടെ ഏതൊരു മായിക രൂപവുമായി നിശയും പകലും ഇവിടെ. ഇതാണ് ആ പാട്ട്. അതൊരു ദുരൂഹത നിറഞ്ഞ ഒരു 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 സീരിയലാണ്. അപ്പം അതാണ് ഈ പാട്ട് ചേട്ടന പാടി. അങ്ങും ദേവരായ മാഷുമായിട്ടുള്ള അടുപ്പത്തെ കുറിച്ച് പറയാതിരിക്കുന്നത് ശരിയല്ല. അതെ അതെ. കാരണം നിങ്ങൾ തമ്മിൽ ക്ലോസ് അസോസിയേറ്റ്സ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ട് ഗാനമേളകളിലൊക്കെ പാടിയിട്ടുണ്ടല്ലേ? ഉണ്ട് ഗാനമേള പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ TV ഈ ചാനൽ ടെലിഫിലിം പോലുള്ള ചെയ്തിട്ടുണ്ട്. ആൽബങ്ങൾ പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗാനമേളകൾ ധാരാളം പാടിയിട്ടുണ്ട്. 86-ലാണ് അദ്ദേഹത്തിന് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഒരു സുരേഷാണ് എന്നെ കൊണ്ടുപോയി അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്നത്. അന്ന് പാടാൻ പറഞ്ഞു, പാട്ട് പാടി. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഒരു പ്രോഗ്രാമിന് എന്നെ വിളിച്ചത്. മാധുര്യമ്മയും ഞാനും ശ്രീകാന്ത് ഏട്ടൻ, നമ്മുടെ ഇതിഹാസങ്ങൾ ജനിക്കുന്ന മുമ്പേ എന്നുള്ള പാട്ട് പാടിയ ശ്രീകാന്ത് ഏട്ടൻ, ഞങ്ങൾ 3 പേരും കൂടി ചേർന്ന് നയിക്കുന്ന ഒരു പ്രോഗ്രാം, ഓണ പ്രോഗ്രാം തിരുവനന്തപുരത്ത് നടത്തിയിട്ടുണ്ട്. ദേവരായ മാഷയുടെ മേൽനോട്ടത്തിലാണ് നടന്നത്. അന്ന് അങ്ങനെ ആ പ്രോഗ്രാം പാടി. അതിനുശേഷം എന്തോ ഒരു തെറ്റിദ്ധാരണ എന്നെ കുറിച്ചുണ്ടായി. അത് ആരോ ഉണ്ടാക്കിയതാണ് ആ തെറ്റിദ്ധാരണ. അപ്പോൾ ഞാനത് അങ്ങനെ ഒരു 10 വർഷം അദ്ദേഹം ഞാനിട്ടോ ഇങ്ങനെ മാറിയിരുന്നു. ഉടക്കി നിന്നൊന്നും പറഞ്ഞാൽ ശരിയില്ല. അദ്ദേഹത്തിനോട് എന്തോ ദേഷ്യം ഉണ്ടായിരുന്നു. ആ ദേഷ്യം അദ്ദേഹത്തിന് ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാനോ പോയി ആ തിരുത്താനോ ഞാൻ പോയില്ല. അതും എൻ്റെ വിവരക്കേടാണ്. അദ്ദേഹത്തിനോടുള്ള ഒരു ബന്ധം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് എനിക്കാണ് നഷ്ടം എന്നുള്ള ബോധം 10 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10 വർഷം കഴിഞ്ഞ് അദ്ദേഹത്തിനെ വീണ്ടും പോയി കാണുകയും അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹമായിട്ട് വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ആ കാലത്താണ് ഞങ്ങൾ മസ്കറ്റിൽ സുശീല അമ്മ, മാധുര്യമ്മ, ജയസുന്ദരൻ, ജേട്ടൻ, ഞാനും ഞങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് ദേവരായ മാഷയുടെ ഒപ്പം അദ്ദേഹം ആദ്യമായിട്ടൊരു ഫോറിൻ യാത്ര പോകുന്ന യാത്രയാണ്. വെളിയിലേക്ക് യാത്ര ചെയ്യുന്ന ഒരുപാട് പ്രോഗ്രാം വന്നിട്ടും പുള്ളി പോകാൻ അത്ര ഉത്സാഹം കാണിച്ചിരുന്നില്ല. ആദ്യമായിട്ട് അദ്ദേഹം പോകുന്ന മസ്കറ്റിൽ. അദ്ദേഹത്തിൻ്റെ മകള് മരുമകനൊന്ന് മസ്കറ്റിലുണ്ട്. അവരുടെയൊക്കെ ഒരു കെയർ ഓഫിലാണ് ഈ പ്രോഗ്രാം. വലിയൊരു പരിപാടി, ദേവരായ മാഷ് നയിക്കുന്ന പരിപാടി. ദേവരായ മാഷ് മുന്നിൽ നിന്ന് അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം. അങ്ങനെ വളരെ റയറാണ്. അതെ, അങ്ങനത്തെ പ്രോഗ്രാമിന് ഞാൻ പോയിരുന്നു. പിന്നെയുള്ള ഗാനമേളകളൊക്കെ ധാരാളം പോയിട്ടുണ്ട്. ഒരുപാട് ആൽബങ്ങൾ പാടിയിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ ഫേമസ് പാട്ടാണ് തോന്നുന്നു, ആദബ്രഹ്മത്തിൽ. അതെ 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 അതെ. അതാ ഹമ്മിങ്ങോട് കൂടി ഒന്ന് പാടാം. നാദബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ, നാദബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ, സപ്തസ്വരങ്ങളെ സംഗീത സദസ്സിലെ, സപ്തസ്വരങ്ങളെ സംഗീത സരസിലെ ശബ്ദമരാളങ്ങളെ, സാക്ഷാൽ നാദബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ. മലയാളികൾക്ക് ഒരിക്കലും ദേവരായ മാഷ് നേരിട്ട് ഇരുന്ന് പഠിപ്പിച്ചതാണ്. അങ്ങനെ ഒരുപാട് പാട്ട് അദ്ദേഹത്തിന്റെ. അല്ല, ഗാനമേളക്കാണെങ്കിലും അങ്ങ് പഠിപ്പിക്കും. അതെ അതെ. അദ്ദേഹം ചോദിക്കും, ഇത്രയും പാട്ടിൽ സെലക്ട് ചെയ്തിട്ട് എനിക്ക് എന്നെ ചോദിച്ചത് ആദ്യത്തെ പ്രോഗ്രാം ഇത് നീ എങ്ങനെ പഠിക്കും? നമ്മൾ കാസറ്റ് കേട്ട് പഠിക്കാം.
കാസറ്റ് കേട്ട് പഠിക്കണ്ട, രാവിലെ അങ്ങ് വരണം. അങ്ങനെ അവിടെ പോയി ഇരുന്നിട്ട് ഞാൻ തറയിരുന്നു തട്ടുടി എന്ന് പറഞ്ഞാൽ ഈ മരം കൊണ്ടുണ്ടാക്കി കിടക്ക, അതിലിരുന്നിട്ട് മരപ്പോലൊക്കെ ഉണ്ട്, അതിലിരുന്നിട്ടാണ് എന്നെ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ എത്രയോ ഒരുപാട് പാട്ടുകൾ അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും മലയാളികൾ ഓർത്തിരിക്കുന്നത് ഈ അനക്കസങ്കല്പ ഗായിക എന്നുള്ള പാട്ടിലൂടെയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഗാനമേള സ്ഥലങ്ങളിൽ ചെല്ലുമ്പം ഒരുപാട് പേരെ ചോദിക്കുന്നുണ്ടാവും അല്ലേ? പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അങ്ങ് പാടിയതാണെന്ന്. ദാസേട്ടൻ പാടിയതായിരിക്കും, പക്ഷെ എപ്പോഴും അതിമനോഹരമായിട്ട് അങ്ങ് ആലോചിച്ചുകൊണ്ട് മലയാളികളുടെ മനസ്സിൽ നിൽക്കുന്ന പാട്ട്. അതും കൂടെ ഒന്ന് തീർച്ചയായിട്ടും പാടി കേട്ടാക്കൊള്ളാന്നുണ്ട്. അത് ഭാസ്കര മാഷിന്റെ കവിതയാണ്, ദേവരായ മാഷ സംഗീതം, അണിയറ സിനിമ, ഭരതൻ ആണെന്ന് തോന്നുന്നു, ഭരതന്റെ സിനിമയാണ്. അതൊക്കെ ഭരതൻ ഫൗണ്ടേഷന് വേണ്ടി തൃശ്ശൂർ പോയപ്പോൾ ജയരാജ് വാര്യരാണ് ഈ പാട്ട്. എനിക്ക് വളരെ ഇഷ്ടമാണ് ഈ പാട്ട്, പക്ഷെ ഞാൻ സ്റ്റേജിൽ പാടിയിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജയരാജ് വാര്യർ ഈ പാട്ട് ഗോപൻ പാടണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പാട്ട് തുടങ്ങി. കവിതയാണല്ലേ? ഒരു കവിതയാണ്. അനഘസങ്കൽപ്പ ഗായികേ മാനസ മണിവീപഞ്ചികാവാദിനി നിന്നോടെ മൃദുകരാങ്കുല സ്പർശനാലിംഗന മദനഹരിയിലെന്റെ കിനാവുകൾ മുഖപടവും മുലക്കച്ചയും മാറ്റി സുഖദ നർത്തനം ചെയ്യുന്നു ചുറ്റിലും തരളമാനസ മായാമരാളിക തവ മനോഹര ഗാനയമുനയിൽ സമയതീരത്തിൽ ബന്ധനമില്ലാതെ മരണസാഗരം പോകുന്ന നാൾ വരെ ഒരു മദാലസ നിർവൃതി ബിന്ദുവായി ഒഴുകുമെങ്കിലു ഞാൻ നിത്യ തൃപ്തനായി. വളരെ സന്തോഷം.